ശ്രീ പി സി ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ പി സി ജോർജ്, ഈ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ രക്ഷപ്പെടാൻ വഴി പറഞ്ഞു കൊടുത്ത ADGP അജിത്കുമാറാണ്. പക്ഷേ നേരിട്ടല്ല, ശിവശങ്കർ വഴിയും മറ്റുമാണ് എന്നുള്ളതാണ് സരത്തിൻ്റെതായി വെളിപ്പെടുത്തൽ വരുന്നത്. മാത്രമല്ല, സ്വപ്ന സുരേഷ് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തൽ, നിർണായക തെളിവുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നും പ്രതികരിച്ചു. ഇതൊക്കെ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. വിരൽ ചൂണ്ടുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരെ ഒരു സംശയം ആളാണ്. ഞാനാണ് ആദ്യമായിട്ട് ഈ സംഭവം സംബന്ധിച്ച് തെളിവ് സഹിതം തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. ഞാനാണ് ആദ്യം നടത്തിയത്. എല്ലാ കാര്യവും എനിക്കറിയാം. സ്വപ്ന സുരേഷ് എഴുതി തന്നെ കള്ളാപ്പിണ്ട്. അതായത് ആദ്യം എന്തെങ്കിലും കൂടെ പ്രപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാവും. പിണറായി വിജയൻ UAE പോയി. പിണറായി വിജയന്റെ നമ്മുടെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി സ്വപ്ന സുരേഷ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് വിളിച്ചു പറഞ്ഞു, അദ്ദേഹം മറന്നുപോയി, ഇത് അദ്ദേഹം UAE എത്തിച്ചു കൊടുക്കണം. സ്വാഭാവികം എത്തിക്കാൻ പറഞ്ഞു. സ്വപ്ന സുരേഷിനെ കിട്ടി. സ്വപ്ന സുരേഷിന്റെ സരിത്തിന് കൊടുത്തു. സരിത്ത് അവിടുത്തെ മെയിൻ ഓഫീസറാണ്. അങ്ങനെ ഇത് എല്ലാം സ്കാൻ ചെയ്ത് അത് മുഴുവൻ ഡോളറായിരുന്നു. അപ്പൊ അവർക്ക് അല്പം എന്തിനും ഇതിന് മാത്രം മുഖ്യമന്ത്രി ഡോളർ UAE കൊണ്ടുവന്നു. ഇതിന് മാത്രം ഡോളർ ഇവിടുന്ന് കിട്ടിയെന്നുള്ളത് പ്രശ്നമായിരുന്നു. കേട്ടോ, ബാക്കി കേട്ടോളൂ, രസം പറയാം. പിന്നീട് അവിടെ കൊണ്ടുവന്നു. മുഖ്യമന്ത്രി ഓഫീസിൽ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. അത് സ്കാൻ ചെയ്തത് മുഴുവൻ സ്വർണ്ണമായിരുന്നു. അങ്ങനെ 22 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ലഗേജുമായി നയതന്ത്ര പാഴ്സലായി വന്ന് മുഖ്യമന്ത്രി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വ്യക്തമായി എനിക്ക് ബോധ്യമുണ്ട്. ഇത് ഞാൻ പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ രസം എന്താണെന്നറിയോ, ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്തിയതിലൂടെയാണ് ഇത് പുറത്തു വന്ന് ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയും കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അവരെ ഈ ശിവശങ്കർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ, അയാളാണ് സ്വപ്നയോട് പറയുന്നത്, നീന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ജയിലിലാക്കും, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവളെ ഓടിക്കുക. അപ്പൊ വഴി പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ഈ ADGP ആയിരുന്നു. അയാളുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് 100% പൊത്തുകയാണ് എന്റെ മനസ്സ്. അവരെ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് ADGP ഇവരുണ്ട്, നമ്മുടെ PRO ഉണ്ട് ശരത്തും. എറണാകുളത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവരെ തിരിച്ച് പോകാൻ വഴി പറഞ്ഞ് മാറി. അവിടുന്ന് വഴി മാറി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് ഇവരെ കൊല്ലുക എന്നായിരുന്നു ശ്രമം. ശരത്തിനെയും നമ്മുടെ ഈ പെൺകുട്ടിയും കൊല്ലാനായിരുന്നു ആലോചന. പക്ഷെ ബുദ്ധിമതിയായ ആ സ്ത്രീക്ക് അത് വിവരം മനസ്സിലായി. അവളെ എറണാകുളത്ത് ഇത് കട്ട് ചെയ്തിട്ട് അവള് നേരെ ബാംഗ്ലൂർ വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പൊ അവളെ ജീവിച്ചിരിപ്പുണ്ട്. ഇതാണ് സത്യം.